അപ്പം എല്ലാവർക്കും തിരുവോണം കേട്ടോ. അപ്പോൾ തിരുവോണം കഴിഞ്ഞ് പിറ്റേന്നാട്ടോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ വീഡിയോ വൈകി പോകുന്നത്. പിന്നെ എല്ലാം നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒരുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ എന്താ പറയുക മുന്നിട്ട് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ വൈകുന്നത്. പിന്നെ നമ്മൾ അറിയാലോ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നിനും നേരം കിട്ടിയില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് തിരുവോണം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ചെറിയ ഓണത്തിനാണ് നമ്മൾ വീഡിയോ എടുത്തില്ല കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നാത്തൂൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ എടുത്താൽ അപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ വിചാരിക്കും വേണ്ടാന്ന് വിചാരിക്കും കേട്ടോ. അതുകൊണ്ടാട്ടെ വീഡിയോ എടുക്കാത്തത്. പിന്നെ നമ്മളിന്ന് നമ്മളെ മാഷേട്ടൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാട്ടോ പോണത്. പിന്നെ നമ്മളെ തറവാട്ടിലൊന്ന് കയറുന്നുണ്ട്, മാഷാൻ്റെ വീട്ടിലൊന്ന് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറണമെന്നുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്നലത്തെ ക്ഷീണം തന്നെ ഒന്ന് മാറി വരുന്നുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം വൈകി എണീച്ചേക്കാം. പിന്നെ പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മനുഷ്യന്റെ വീട്. പിന്നെ അടിപൊളിയാട്ടോ, ഇത് പാറയാട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല വൈക്കിലാണ്, മഴയൊക്കെ പെയ്താലും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ സാരിയൊക്കെ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ചേച്ചീനെ വീട്ടിൽ പോകണം. പിന്നെ ചക്കരമോള് അവിടെ ആയിട്ടുള്ളത്. ചക്കരനെ രാവിലെ മനുഷ്യനെ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നതാട്ടോ വീട്ടിൽ, ചേച്ചീൻ്റെ വീട്ടിൽ. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ചേച്ചീൻ്റെ വീട്ടിലേക്കാട്ടോ നേരിട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് കുട്ടികൾക്ക് അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്തത് കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഉച്ചയൊക്കെയായി. പിന്നെ അറിയാലോ രാവിലെ തന്നെ വീട്ടിലെ തിരക്കും കാര്യങ്ങളും. നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ കോഴികളൊക്കെ ഒന്ന് എന്താ പറയുക വെള്ളമൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ കൊടുത്ത് ഒക്കത്തിനും സെക്ഷനൊക്കെ റെഡി ആക്കിയിട്ട് വേണ്ടേ പോവാൻ. അപ്പോൾ അതുകൊണ്ടാട്ടോ നേരം വൈകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെയൊക്കെ പൂക്കളൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കുന്നതാണ്. കുറച്ച് നേരം വൈകിയാലും നല്ല അടിപൊളിയായിട്ടോ പൂക്കളൊക്കെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ. പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുറ്റത്ത് അതേപോലെ ചെറിയൊരു തറയൊക്കെ കെട്ടിയിട്ട് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി മൊത്തത്തിൽ സ്ലോ. ഇതെന്തിനാ ചേച്ചി? ഇതെന്താണ്? ആരാ? നമ്മളെ ചേച്ചിയാ. എന്തൊക്കെയായി ചേച്ചി വേഗം പറയും. എന്തൊക്കെയായി? സമറയോ? ഏതാ ഏട്ടനെടെ? കുഞ്ഞിനെ ഞങ്ങൾ അവിടെ നിന്നുണ്ട്. ഇപ്പൊ നമ്മള് ചേച്ചീന്റെ വീട്ടിലാട്ടുള്ളത്. ഇവിടെ വന്നപ്പോ എനിക്ക് നല്ല പണിയായിരുന്നു. ഇന്നെ കാത്തു നിന്നതാ പണിയെടുക്കാനായിട്ട്. ചേച്ചിയെ എന്താ പറയാ, അതെ കാത്തിരിക്കുന്നു. പിന്നെ ഇന്നലെ നമ്മളെ വീട്ടിൽ ചെറിയോണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൽ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ 2-3 ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോ ഇടാനുള്ള സമയം ഇല്ലാഞ്ഞിട്ടോ. പിന്നെ വീടിന്റെ കുറച്ച് ക്ലീനിങ്ങും പണികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല, ഒരു വീഡിയോ എടുത്തില്ല. ഒരുപാട് വിഷമമുണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. പിന്നെ അതല്ല നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ ആ ഒരു ഷീറ്റ് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ക്ലിയർ ആവില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക കൊലയിൽ നമ്മൾ പൂവിട്ട് ഒന്നും ക്ലിയർ ആവില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ ഇന്നലെ വീഡിയോ എടുക്കാൻ ഞാൻ. അപ്പൊ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ രാവിലെ നമ്മളിങ്ങനെ വരുന്നോണ്ട് കോഴിയുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടാട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോ ഇന്നിപ്പോ നമ്മള് തിരുവോണാണെന്ന്. അപ്പൊ ഇവിടുന്ന് ചെറുതായിട്ട് ഇവിടുന്ന് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പൊ അതിന്റെ കലാപരിപാടികളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിന്റെ ഇവിടെ പിന്നെ മനുഷ്യനൊന്ന് കാണിച്ചേക്കണേ. അതെ, നമ്മുടെ മനുഷ്യന് ചിക്കൻ കഴുകിയായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് ചിക്കനും കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുന്നു. അപ്പൊ നമ്മളെപ്പുറം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പുറത്തായിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടെ കാണാഞ്ഞ്.
അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നടക്കുന്ന കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇന്ന് നമ്മൾ കുട്ടികളെയും കൂട്ടി നമ്മൾ കുറച്ച് അവിടെ ചെറിയൊരു കുട്ടിയെ കളിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് തിരുവോണം ആയതുകൊണ്ട് തന്നെ എന്താ അറിയില്ല, പെട്ടെന്ന് ദിവസം അങ്ങ് പോയിട്ടോ. അപ്പോൾ എന്തായാലും നാളെ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തിരുവോണത്തിനൊന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന നല്ലതാണല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് കാണാനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇന്നലെ തന്നെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച ഓണത്തിന്, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും കോഴിയുടെ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും.